നമസ്കാരം, ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റേഷനരി കൊണ്ട് ഞാനൊരു ബിരിയാണി ചെയ്തിരുന്നു. അപ്പോൾ ആ ബിരിയാണി കണ്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബിരിയാണി കണ്ടിട്ട് സന എന്നോട് ചോദിച്ചിരുന്നു റേഷനരി കൊണ്ട് ഒരു എഗ് ബിരിയാണി ചെയ്യുമെന്ന്. അപ്പോൾ സനയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഇന്നൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാണ്. എങ്കിൽ നമുക്ക് സമയം കളയാതെ എഗ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. എഗ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഏകദേശം 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. ഇനി മുട്ടയിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം മസാല തേക്കുന്നതിന് മുന്നേ ഈ മുട്ട നന്നായിട്ട് ഇങ്ങനെ വരിഞ്ഞിട്ട് ഇതുപോലെ വെക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടും. ഈ ഒരു പാകത്തിനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ മുട്ടയിലും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അപ്പോൾ കുഴച്ചെടുത്ത മസാല ഇതുപോലെ ഈ പരുവത്തിനായാൽ മാത്രമാണ് മുട്ടയിൽ വരിഞ്ഞ് വെച്ച ഭാഗത്തേക്ക് മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മസാല ഈ പരുവത്തിലാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ വരിഞ്ഞു വെച്ച 4 മുട്ടയിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ ബിരിയാണിക്ക് വെളിച്ചെണ്ണ അധികം ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മസാല പറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മുട്ട ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് കളർ മാറണം. അപ്പം അതുവരെ നമുക്കിത് തിരിച്ചു മറിച്ചു ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മീനൊക്കെ വറുക്കണ പോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. ഇപ്പം മുട്ട പാകമായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എടുത്തു മാറ്റാം. മുട്ടയുടെ ചില ഭാഗത്തൊക്കെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം ഓയിൽ ഉപയോഗിക്കാം. നെയ്യ് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി അളവിൽ നെയ്യും ഓയിലും എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് നെയ്യ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് 1-2 ജാതിപത്രി ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ജാതിപത്രി വീട്ടിൽ തന്നെ കുറേ കിട്ടണോണ്ടും പിന്നെ എനിക്കിതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ടും ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ 1-2 ഇട്ടാൽ മതി. ഈ വലുപ്പത്തിലുള്ള 6 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പൊളിച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം. 2 തക്കോലം കൂടി ചേർക്കുന്നുണ്ട്. ഇനി 5 കരയാമ്പും കൂടി ഇടുന്നുണ്ട്. ഇനി ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാ സ്പൈസസും മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. കുട്ടികൾക്കാണ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ 1/4 ടീസ്പൂണോളം കുരുമുളക് ചേർത്താൽ മതി. കുട്ടികൾക്കാണെങ്കിൽ കുരുമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുരുമുളക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാള നന്നായിട്ട് വാടി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുതിനയില ചേർക്കുമ്പോൾ കൂടുതലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതായിട്ടുണ്ട്. സവാളയൊക്കെ ഈ പരിവാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി കൂടി ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഈ പൊടികളൊക്കെ മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ നല്ലൊരു മണം വരും. അപ്പോൾ നിങ്ങൾ ഓർപ്പിച്ചോ, നിങ്ങളുടെ ബിരിയാണി എന്തായാലും സൂപ്പർ ആയിരിക്കും.
ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയ ഒരു മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചിട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 തക്കാളിയോളം എടുക്കാം. ഈ വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളി വെന്തിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഈ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, ഇത്ര തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഈ മസാല ഒരു കുഴമ്പ് രൂപമാവണം. ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ചോറിൽ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അതല്ല ചോറിൽ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഉപ്പ് ഇടേണ്ടി വരും. ചോറിലേക്കും മസാലയിലേക്കും വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉപ്പ് നിങ്ങൾ ഇപ്പോൾ ചേർക്കണം. ഇതിൽ വെള്ളം വെറ്റിയിട്ട് മസാലയൊക്കെ ഈ പരിവാകുമ്പോൾ നമുക്കിതിലോട്ട് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ റേഷനരി വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളത്തിൽ ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച റേഷനരിയാണിത്. നിങ്ങൾക്ക് ഈ മോഡൽ റേഷനരി എങ്ങനെയാണ് ഒട്ടാണ്ട് വേവിച്ചെടുക്കാമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റേഷനരി കൊണ്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഡൗട്ടുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരി വേവിച്ചപ്പോൾ എനിക്ക് 4 ഗ്ലാസ് ചോറ് കിട്ടിയിട്ടുണ്ട്. ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറ് ഈ ഒരു വേവിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓരോ ചോറും ഒന്നും തൊടാണ്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇത് ഞെക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഞങ്ങളുടെ ഞെങ്ങിപ്പോണമെന്നില്ല. ഇങ്ങനൊരു വേവിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണി റൈസ് വേവിക്കണ പോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഈ ചോറ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ചോറ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് കൂടുതൽ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് നേരത്തെ വഴറ്റിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ചോറ് കൊണ്ട് മുട്ടേനൊക്കെ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിന് എടുത്ത കാരണം ഇത് എത്ര ഇളക്കിയാലും ഉടയാനൊന്നും ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷനരിയാണ് എടുക്കണമെങ്കിൽ ഈ ഒരു പാകത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അധികം വെന്ത് പോകാനായിട്ട് പാടില്ല. വെന്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഇളക്കുമ്പോഴൊക്കെ കുഴഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. കുറച്ചു നേരം അടച്ചു വെക്കാം. ഇപ്പം ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറക്കാം. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണി നിങ്ങൾക്ക് വീട്ടിൽ ബാക്കി വരുന്ന ഏത് ചോറ് കൊണ്ടാണെങ്കിലും ചെയ്യാം. വൈറ്റ് റൈസ് തന്നെ ആവണമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ എഗ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതിനായിട്ട് ശ്രുതീസ് കുക്കറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോട് തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.